ഇതിനാട്ടിൽ മാത്രം നമുക്ക് വീണ്ടും ഇങ്ങനെ യേശുവിന്റെ പാതപീഠത്തിൽ ഈ 15-ാമത്തെ ദിവസം നമുക്ക് കൂടിയിടാൻ ഇടയാക്കിയല്ലോ. കടന്ന എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഹാർദവമായ സ്വാഗതം ചെയ്യും. നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇതിന്റെ തുടർമാനമായിട്ടുള്ള ഭാഗമാണ്. ഞാൻ ഇന്ന് അധികം സമയം അതിൽ നിന്ന് എടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഇത്രയും ദിവസം കണ്ടതിന്റെ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചിട്ട് കഴിഞ്ഞ ദിവസം പറയാൻ സമയം പോരാതിരുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഒരു ഇൻട്രഡക്ഷൻ തന്നിട്ട് നിർത്താമെന്ന് വിചാരിക്കും. So we're looking at the Sermon on the Mount. You all know from where it is. It's Matthew chapter 5. I'm going to read that from verse 1 onwards. നിങ്ങൾ ഞാൻ ബൈബിൾ എടുത്ത് യേശുവിന്റെ വചനം വായിക്കുന്നത് അത് അനുഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഈ പുസ്തകം വായിക്കുന്നവർ ഭാഗ്യവാന്മാർ, വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. വായിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഉറക്കെ വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. അത് നമുക്ക് നിങ്ങളായിരിക്കുന്ന വീടുകളിൽ നിങ്ങൾ ഉറക്കെ വായിക്കാം, ചേർന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5:1. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ച് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുകയും. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാര്യമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. നമ്മൾ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആമേൻ. ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കട്ടെ. When Jesus saw the crowds, he went upon the mountain, and after he sat down, his disciples came to him. He opened his mouth and began to teach them, saying, Blessed are the poor in the spirit, for theirs is the kingdom of heaven. Blessed are those who mourn, for they shall be comforted. Blessed are the gentle, for they shall inherit the earth. Blessed are those who hunger and thirst for righteousness, for they shall be satisfied. Blessed are the merciful, for they shall receive mercy. Blessed are the pure in heart, for they shall see God. Blessed are the peacemakers, for they shall be called the sons of God. Blessed are those who have been persecuted for the sake of righteousness, for theirs is the kingdom of heaven. Blessed are you when people insult you and persecute you, and falsely say all kinds of evil against you because of me. Rejoice and be glad, for your reward in heaven is great. For in the same way they persecuted the prophets who were before you. You are the salt of the earth. But if the salt has become tasteless, how can it be made salty again? It's no longer good for anything, except to be thrown out and trampled underfoot by men. You are the light of the world. A city on a hill cannot be hidden, nor does anyone light a lamp and put it under a basket, but on the lampstand, and it gives light to all who are in the house. Verse 16. Let your light shine before men in such a way that they may see your good works and glorify your Father in heaven. നമ്മൾ ഇന്നലെ കണ്ടു, യു ആർ ദ ലൈറ്റ്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്നോ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയാണ്, ഈ നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. ആമേൻ. ഈ വെളിച്ചത്തിന്റെ 3 കാര്യങ്ങളെ പറ്റി നമ്മൾ ഇന്നലെ കാണുവാനായിട്ടിടയിൽ തീർന്നു. ഒന്ന്, ദിസ് ലൈറ്റ് ഷുഡ് ബി ഓൺ എ സ്റ്റാൻഡ്. ഈ വെളിച്ചം ഒരു സ്റ്റാൻഡിന്റെ പുറത്തിരിക്കണം. ഈ വെളിച്ചത്തെ എല്ലാവരും കാണണം. ഈ വെളിച്ചം എല്ലാവരെയും പ്രകാശിപ്പിക്കണം. അല്ലേ? ഇതാരും എടുത്ത് ബാസ്കറ്റിന്റെ കീഴിൽ വെക്കാറില്ല. And Jesus says that every Christian should be a light. What does light do? എന്താണ് പെട്ടെന്ന് വെളിച്ചം തരുന്നത്? വിളക്ക് എന്തിനാണ് കാണിക്കുന്നത്? It guides us. അല്ലെ?
വഴികാട്ടിയാണ്. ആമേൻ. ഇറ്റ് ഓൾസോ വാർൺസ് us. വാർണിംഗ് ലൈറ്റുകളുണ്ട്, അപകടമുണ്ട് എന്ന് പറയുന്ന മുന്നറിയിപ്പിന്റെ വാർണിംഗ് ലൈറ്റ്. അപ്പോൾ ഈ വെളിച്ചം, ഈ ലൈറ്റ് എന്തായിരിക്കണം? ഈ ലൈറ്റ് എല്ലാവരും കാണണം. നമുക്ക് സീക്രട്ട് ആയിരിക്കാൻ ഒക്കത്തില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ എല്ലാവരും നിങ്ങളിലുള്ള പ്രകാശം കാണും. നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് പ്രകാശിക്കാനില്ല, ഒക്കത്തില്ല. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ചന്ദ്രൻ, മൂൺ doesn't have its own light. It reflects the light of the sun. In the same way, a Christian cannot shine on our own. We shine Jesus Christ. We reflect Jesus Christ who is in us. നമ്മുടെ ഉള്ളിലുള്ള യേശു കർത്താവിനെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുക, നമ്മൾ പ്രതിഫലിപ്പിക്കുക. ആമേൻ. സോ നമ്മളെ മറ്റുള്ളവർ കാണട്ടെ. നമ്മളുള്ള വെളിച്ചം ഈ അന്ധകാരം പിടിച്ചിരിക്കുന്ന ലോകത്തിൽ പ്രകാശമായി ഭവിക്കട്ടെ, ആശ്വാസമായി ഭവിക്കട്ടെ, വഴികാട്ടിയായി ഭവിക്കട്ടെ. വഴി കാണിക്കുന്ന, നിത്യതയിലേക്ക് വഴി കാണിക്കുന്ന, നന്മയാകുന്ന യേശുവിലേക്ക് വഴി കാണിക്കുന്ന വഴികാട്ടികളായി നമുക്ക് ഓരോരുത്തർക്കും നിൽക്കാം. മുന്നറിയിപ്പിന്റെ കൂടെയാണ് ലൈറ്റ്. ലൈറ്റ് ഷോസ് വാർണിംഗ് as well. എന്താണ് വാർണിംഗ്? അങ്ങോട്ട് പോകരുതേ, അപകടം മുമ്പിലുണ്ട്. നമ്മൾ അപകടത്തെ അല്ലെങ്കിൽ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കണം. ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയണം, ഈ പോക്ക് നരകത്തിലേക്കാണ്, ഈ പോക്ക് നാശത്തിലേക്കാണ്, യേശുവിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് വാർണിംഗും ഗൈഡിങ്ങും ലൈറ്റ് കൊടുക്കണം. അതിനുവേണ്ടി ദൈവം നമ്മളെ ലോകത്തിലാക്കിയിരിക്കുന്നത്. അത് ചെയ്യാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് ചില മിനിറ്റുകൾ നമുക്ക് അതിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. ഇന്നലെ ഞാൻ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. 16-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. Let your light so shine before men that they may see your good works and give glory to your Father in heaven. Amen. Good deeds, നല്ല പ്രവൃത്തി. ഗുഡ് ഡീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് it necessarily not just means good, but it's also beautiful and attractive. Good deeds ought to draw attention not to ourselves but to God. അവിടെ പറഞ്ഞിരിക്കുന്ന ഈ നല്ല കാര്യമെന്ന് പറഞ്ഞിരിക്കുന്ന നന്മയെന്ന് മാത്രമല്ല, അത് ആകർഷണീയം കൂടിയാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നിട്ട് അവിടെ പറയുന്നത്, നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ആരെ മഹത്വപ്പെടുത്തണം? നമ്മളെ മഹത്വപ്പെടുത്താനല്ല, നമ്മളെ പൊക്കാനല്ല, നമ്മളെ ഉയർത്താനല്ല. ആരെ മഹത്വപ്പെടുത്തണം? സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തണം. ആമേൻ. The Christian never thinks of what he has done, but only what God has enabled him to do. ഒരു യഥാർത്ഥ ദൈവപൈതൽ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി കർത്താവ് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ആക്ച്വലി എന്താണുള്ളത്? നമ്മുടെ ശ്വാസം, ദൈവം തന്ന ശ്വാസമാണ്. നമ്മുടെ താലന്തുകൾ നമ്മൾ പഠിച്ചിട്ടാണോ നമുക്ക് താലന്തുകൾ കിട്ടുക? അല്ല, ദൈവം നമുക്ക് തന്ന താലന്ത്. എന്നിട്ട് പലപ്പോഴും നമ്മൾ അതിനെ നമ്മുടേതാണെന്നുള്ള രീതിയിൽ എന്റെ 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 എന്നൊക്കെ പറയുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നില്ല. ആ മഹത്വം നമ്മൾ തന്നെ എടുക്കുക. അപ്പോൾ ഒരു കാര്യത്തിലും നമ്മൾക്ക് പ്രശംസിക്കാനില്ല. മഹത്വം ആർക്ക് പോകണം? നമ്മൾ എന്ത് ചെയ്താലും പറയണം, ദൈവം കൃപയാണ് ഞാൻ ചെയ്തത്. പാട്ട് പാടിയാലും പ്രസംഗിച്ചാലും നമ്മൾ പ്രാർത്ഥിച്ചാലും എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാലും അതെല്ലാം ദൈവം നമ്മളിലൂടെ ചെയ്യിക്കുന്നു എന്ന് മാത്രം. A Christian never seeks to draw the eyes of men to himself, but always direct them to God. ഒരു ദൈവവേദന ഒരിക്കലും തന്നിലേക്ക് ശ്രദ്ധ തിരിക്കുവാനായിട്ട് ശ്രമിക്കത്തില്ല. യഥാർത്ഥ ദൈവവേദന ദൈവത്തിങ്കിലേക്ക് ശ്രദ്ധ തിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ താലന്തുകൾ, നമ്മുടെ കഴിവുകൾ എല്ലാം ദൈവം തന്നതാണ്. നമ്മുടെ ശ്വാസം ദൈവം തന്നതാ, നമ്മുടെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള കഴിവ് ദൈവം തന്ന. നമ്മുടെ കൂടെ പഠിച്ച എത്രയോ പേര് പഠനം പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പൊ എല്ലാം ദൈവത്തിന്റെ കൃപയില്ല. നമ്മൾ അവരെക്കാൾ മിടുക്കരായിട്ടാണോ നമ്മൾ ഇപ്പോഴൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിയത്? അല്ലല്ലോ. നമ്മുടെ കൂടെ പഠിച്ച എത്രയോ പേര്, നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ള എത്രയോ പേര് ജോലിയില്ലാതൊക്കെ ഭാരപ്പെടും, അല്ലെങ്കിൽ പഠിത്തം മുഴുവിക്കാതൊക്കെ കഴിഞ്ഞു. നമ്മളെ ദൈവം നമ്മുടെ മിടുക്കൊണ്ടാണോ? ദൈവത്തിന്റെ കൃപയില്ലേ. അപ്പൊ നമ്മൾ ഓരോ സ്ഥാനങ്ങൾ ദൈവം നമ്മളെ ആക്കി. നമുക്ക് ദൈവം എല്ലാം അവന്റെ കരുണ കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ തന്നു. എല്ലാ കാര്യം, കണ്ണിന് കണ്ണ്, കൈക്ക് കൈ, കാലിന് കാല്, കുടുംബജീവിതം തന്നു, വീട് തന്നു, ജോലി തന്നു, പണം തന്നു, ആരോഗ്യം തന്നു, ജോലിയാണ് ആരോഗ്യം തന്നു, ഭക്ഷണം തന്നു, ഇതെല്ലാം ദൈവം തന്നു. ആമേൻ. അപ്പോൾ എല്ലാ മഹത്വവും നമ്മൾ ദൈവത്തിന് കൊടുക്കണം. എന്ത് കാര്യത്തിലാണ് എന്റേതെന്ന് പറയാൻ, നമ്മളെ തന്നെ പൊക്കുന്ന, നമ്മളെ തന്നെ നമ്മളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുവാൻ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളെ തന്നെ ലിഫ്റ്റ് ചെയ്യുന്ന, നമ്മളെ തന്നെ അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയർത്തി കാണിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു യഥാർത്ഥ ദൈവത്തിൽ
ദൈവത്തിങ്കിലേക്ക് ശ്രദ്ധ ആകർഷിക്കും. ആമേൻ. ഞാനൊരു ഉദാഹരണം ഇപ്രകാരമാണ്. ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നു. ഈ ഇൻസ്ട്രുമെന്റിനായിട്ട് ഒന്നും പറയാൻ, എത്ര വില കൂടിയ കീബോർഡ് ആണെങ്കിലും എത്ര വില കൂടിയ ഗിറ്റാർ ആണെങ്കിലും ഒത്തിരി വിലയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഗിറ്റാറിന് 20 പൗണ്ടിന് ഗിറ്റാർ കിട്ടും, അല്ലെങ്കിൽ 1000 രൂപ ഗിറ്റാർ കിട്ടും, ലക്ഷങ്ങൾ വിലയുള്ള ഗിറ്റാർ. രണ്ട് ക്വാളിറ്റി വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് ആരാണ് അതിനെ ആശ്രയിച്ചിരിക്കും ആ ഗിറ്റാറിന്റെ എല്ലാവരും അറിയുന്നത്. നമ്മൾ അതുപോലെയുള്ളൂ. നമ്മൾ ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. ദൈവത്തിന്റെ കയ്യിൽ നമ്മളെ ദൈവം എന്തെങ്കിലും ഉപയോഗിച്ചെങ്കിൽ അതിനകത്ത് നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. ഒരു ഗിറ്റാറോ അല്ലെങ്കിൽ ഒരു കീബോർഡോ ഒരു മ്യൂസിഷ്യൻ, ടാലന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ വന്നത് ഉപയോഗിക്കുമ്പോഴാണ് അതിനകത്തെ സംഗീതം പുറത്തേക്ക് വരുന്നത്. അതുപോലെയാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. എന്റെ പേര് ഉയരണം, എന്നെ എല്ലാവരും അറിയണം, എന്റെ മിനിസ്ട്രി, എന്റെ പേരിൽ മിനിസ്ട്രി, എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ മഹത്വം കർത്താവ്, എല്ലാ മഹത്വവും ദൈവത്തിന് വേണം കൊടുക്കുവാൻ. ആമേൻ. ഇവിടെ നമ്മൾ കണ്ടു മനുഷ്യർ, അതിന് മുമ്പിൽ നമ്മൾ കണ്ടു വിളക്ക് കത്തിച്ച് പറയും കീഴ് ആരും വെക്കാറില്ല. ഒരു ക്രിസ്ത്യാനി രഹസ്യമായി ഒരിക്കലും ഇരിക്കുകയില്ല. ഞാൻ രഹസ്യമായി ഇരുന്നാൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഞാൻ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത്? നമ്മൾ രഹസ്യമായി ജീവിക്കേണ്ടവരല്ല. It's better we tell others that we are a Christian. Why? Which will help you to stay away from a lot of sins. നമ്മൾ പറയണം, നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ആൾക്കാർ തന്നെ പറയും, യോ നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, യു ആർ ക്രിസ്ത്യൻ, യു കനോട്ട് ഡു ദാറ്റ്, യു കനോട്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. നിനക്ക് അങ്ങനെ സംസാരിക്കാൻ ഒക്കത്തില്ല, നിനക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് a light is always on a stand. A light always guides. A light always warns. Amen. അത് പ്രഖ്യാപിക്കുന്നതാണ്. Light proclaims. And glory should be for God alone. ദൈവത്തിന് മാത്രം മഹത്വം വരണം. അതാണ് ദൈവം നമ്മളിലേക്ക് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കറിയാം, ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് നമ്മൾ ഗിഫ്റ്റ് പലപ്പോഴും കൊടുക്കും. നമ്മളത് എത്രയും നല്ല ഇതിനായിട്ട് റാപ്പ് ചെയ്ത് എത്ര സമയമെടുത്ത് നല്ല ബ്യൂട്ടിഫുൾ റാപ്പിംഗ് ചെയ്യും. അതിന് ബോക്കെ വെച്ച് അതിന്. പക്ഷെങ്കിൽ ആക്ച്വലി നമ്മളിത് ഗിഫ്റ്റ് റാപ്പ് കൊടുക്കുമ്പോൾ ഈ ഗിഫ്റ്റിന്റെ കവർ നോക്കിയിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് തുറക്കാതിരിക്കും. ആ കവറെല്ലാം കൂടെ എത്ര മനോഹരമായ കവറാണെങ്കിലും അതെല്ലാം കൂടെ കയറി അങ്ങോട്ട് ഇട്ടിട്ട് ഈ ഗിഫ്റ്റിനാണ് ഇമ്പോർട്ടൻസ്. നമ്മളൊരു ഗിഫ്റ്റിന്റെ കവർ പോലെയുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള ഒരാളുണ്ട്, യേശുണ്ട്. ആ യേശുവാണ് ഏറ്റവും പ്രധാനം. ഗിഫ്റ്റ് റാപ്പറിനകത്ത് ഗിഫ്റ്റിനെ, ആ റാപ്പറെ ഗിഫ്റ്റ് പുതിയ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് എന്താ? അതിനകത്തേക്ക് ഗിഫ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും ഐഡന്റിറ്റി ഉള്ളത് എന്താ? യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ഒരു വെളിപ്പാടകലയാണ് യേശു. ഒരു പ്രാർത്ഥന ദൂരം മാത്രമേ ഉള്ളൂ. യേശുവേ എന്നെ രക്ഷിക്കണം. യേശുവേ ഞാനൊരു പാപിയാണ്. യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, കാൽവറി ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ രക്ഷിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് സമാധാനം നൽകും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു. ഈ ലോകത്തിൽ എത്ര പണം കൊടുത്താലും ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം യേശു നമുക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ പാപം കടും ചുവപ്പ് പോലെയാണ്. എന്നാൽ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു എന്നെ വെണ്മയാക്കി. നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന് കൃപ കൊണ്ട് മാത്രം. അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാ മഹത്വവും ദൈവത്തിന്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപ കൊണ്ടല്ലേ, നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കൊണ്ടല്ലോ. സോ ഓൾ ഗ്ലോറി ഷുഡ് ഗോ ടു ഗോഡ്. എല്ലാ മഹത്വവും ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നവരാണ്. അടുത്തത് ഞാൻ ഇപ്രകാരം ആ ഭാഗം ഞാൻ ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. D.L. മൂഡി എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ലണ്ടനിൽ പ്രസംഗിക്കാനായിട്ട് വരിക. D.L. Moody, a famous preacher, he was coming to preach in London. And he told, I'm just a shoe. Jesus is going to come to London. I will be his shoes. No one will see the shoes. Lord, I want to be your shoe. താൻ പറഞ്ഞ ഇപ്രകാരമാണ്. തന്നെ ലണ്ടനിൽ പ്രസംഗിക്കാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി നാൾ മുമ്പൊക്കെ താൻ പറഞ്ഞ ഇപ്രകാരമാണ്, ഞാനൊരു ഷൂ മാത്രമാണ്. യേശു ആണ് ലണ്ടനിലേക്ക് വരുന്നത്. ഞാൻ യേശുവിന്റെ ഷൂ ആണ്. ഈ ഷൂ ആരും കാണത്തില്ലല്ലോ. നമ്മൾ അതുപോലെ യേശുവിനെ വഹിക്കുന്നവരായി യേശു, നമ്മളിലുള്ള യേശുവിനെ മറ്റുള്ളവർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ഞാൻ കുറയണം അവൻ വളരണം. അതെ,
നമ്മളിലുള്ള നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ മനുഷ്യൻ എന്തോ ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മളിലുള്ള നല്ല പ്രവൃത്തികളെ കണ്ട് എല്ലാവരും നമ്മളെ പൊക്കാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ അതിന്റെ പുകഴ്ച നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയല്ല. നമ്മൾ അവരോട് എപ്പോഴും പറയണം, all glory to God. All glory to God. നമ്മളോട് എന്തെങ്കിലും ദൈവം ചെയ്താൽ all glory to God. എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കണം. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു ഷൂ ആകട്ടെ, യേശു ഈ ഷൂവിലൂടെ യാത്ര ചെയ്യട്ടെ എന്ന് നമുക്ക് പറയാൻ കഴിയാം. ആമേൻ. നമുക്കൊന്നും പുകഴാനില്ല പ്രിയമുള്ളവരെ, നമുക്കൊന്നും പ്രശംസിക്കാനില്ല. ജീസസ്, ഐ വിൽ ബി യുവർ ഷൂ. യു വാക്ക് ആൻഡ് ഐ വിൽ ക്യാരി യു wherever I go. ആമേൻ. സോൾട്ട് ആൻഡ് ലൈറ്റ്, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. ബി എ സോൾട്ട്. Or a salt, you give life to the dead, decaying society. അല്ലേ? Light, you proclaim the goodness of God, or you proclaim Jesus Christ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ. ആമേൻ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തോടുകൂടെ നമുക്ക് ആയിരിക്കാം. ബാക്കി അടുത്ത ഭാഗം വളരെ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു 3-4 വാക്യങ്ങളാണ്. എങ്കിലും ഞാനത് വായിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. Matthew chapter 5 verses 17 to 20. It needs a bit of explanation, so I will not go into that today. I'll just read it, give a small introduction, and then we will pray. അതിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിക്കുവാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. 20ാമത്തെ വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. ആമേൻ. കർത്താവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ന്യായപ്രമാണത്തെ പറ്റി പറയുക. ലോ, പഴയ ന്യായപ്രമാണത്തെ പറ്റി പറയുക. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഈശോ പറയുന്നത് ന്യായപ്രമാണം ഒരു വള്ളിയെങ്കിലും ഒരു ഡോട്ട് പോലും മാറുകയില്ല. അത്ര ഒരു അഭിമാനം പറയാത്ത ചില കാര്യങ്ങളാണ് യേശുക്രിസ്തു ന്യായപ്രമാണത്തെ പറ്റി അവിടെ പറയുന്നത്. നമ്മൾ യേശുവിന്റെ ലൈഫ് നോക്കുമ്പോൾ ആക്ച്വലി യേശുവിനെ ക്രൂശിക്കാൻ പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും പറയാൻ കണ്ടെത്തിയ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ യേശു ന്യായപ്രമാണം ലംഘിയാണെന്ന് പറഞ്ഞത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, ശബത്തിൽ സൗഖ്യമാക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ. അങ്ങനെ എല്ലാം യേശുവിനെ കുറ്റം ആരോപിച്ചിട്ടാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ യേശു എങ്ങനെ പറഞ്ഞത്? ആമേൻ. അത് മാത്രമല്ല, 20ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെ പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഇറ്റ് വാസ് എ ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. ഈ ഗിരിപ്രഭാഷണത്തിന്റെ കീ വേഴ്സ് ആണ് 20ാമത്തെ വാക്യം എന്നാണ് ദൈവശാസ്ത്രമായി പറയുന്നത്. ആമേൻ. ദൈവനിധിക്കാണെങ്കിൽ ഇവിടെ ദിവസം നമുക്കത് പഠിക്കാം. നിങ്ങൾക്ക് ബോറാകുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കാരണം നമുക്ക് ഒത്തിരി വചനങ്ങൾ ഈ ദിവസങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവങ്ങളെ, നമുക്ക് യേശുവിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. യേശുവിന്റെ വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമല്ലേ? ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗങ്ങൾ വായിക്കുക. Children, read Matthew chapter 5, 6 and 7. If you can by heart it, do that. These lockdown days, it's been extended. Spend time with the word. ദൈവവചനത്തിൽ ഇരിക്കുക. ദൈവവചനം പറയുന്നു, ബാലൻ എന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? എന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. പാപം ചെയ്യാൻ ജീവിക്കണമെങ്കിൽ വചനത്തെ അവർ ട്രഷർ ചെയ്യണം. ആമേൻ. How can a young man keep his life pure? Pure ആയിട്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? By heeding to your word, by obeying your commandments, by keeping your word. So spend time with the word, read the word. Maybe you will not understand everything. Don't worry, keep on reading. But at least you can understand Matthew chapter 5, 6 and 7. So I encourage you to read that, meditate on it, study it. You can by heart it, by heart. Okay? നമുക്ക്
നീ എൻ കർത്താവേ, ഭൂമി സ്വർഗം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് വരാൻ താമസിച്ച ദൈവം അനുവദിച്ച നാളെ നമുക്ക് വീണ്ടും കാണാം. എന്നെ പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു.